മാനവ ഐക്യവേദിയുടെ പ്രധാനമായിട്ടുള്ള ആവശ്യങ്ങളായി സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷനിലും സംസ്ഥാന മുന്നോക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികപരമായി പിന്നാക്കം നിൽക്കുന്ന കമ്മീഷനിലും സംസ്ഥാന മുഖ്യമന്ത്രിക്കും കേരള ഹൈക്കോടതിയിലൊക്കെ സമർപ്പിച്ചിട്ടുള്ളത് കേരളത്തിൽ സമഗ്രമായിട്ടുള്ള സാമൂഹ്യ സർവേ നടത്തി കേരളത്തിലെ പിന്നോക്ക വിഭാഗങ്ങൾ ആരാണെന്ന് കണ്ടെത്തുകയും അതോടൊപ്പം നായർ ബ്രാഹ്മണ ക്ഷത്രിയ അമ്പലവാസികൾക്ക് 15% സംവരണം സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും അതുപോലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തും അനുവദിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. 1932 സമഗ്രമായിട്ടുള്ള സർവേയുടെ അടിസ്ഥാനത്തിൽ 1934 നായർ ബ്രാഹ്മണ ക്ഷത്രിയ അമ്പലവാസി സമുദായങ്ങളെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് സംവരണം അനുവദിച്ചിരുന്നു. അത് 1956, 57, 57 ആദ്യ ജനാധിപത്യ സർക്കാരാണ് ഈ വിഭാഗത്തിന് നൽകി വന്നിരുന്ന സംവരണം നിർത്തലാക്കിയത്. ആ നിർത്തലാക്കുന്നതിന് അടിസ്ഥാനപരമായി ഏതെങ്കിലും സാമൂഹ്യ സർവേ നടത്തിയിട്ടില്ല. മറ്റേതെങ്കിലും റിപ്പോർട്ടുകളുടെ അടിസ്ഥാനമില്ലാതെയാണ് ഈ വിഭാഗത്തിനെ സംവരണ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോൾ ആവശ്യപ്പെടുന്നത് പിന്നോക്ക സർവേയാണ് ആവശ്യം, അതുപോലെ സാമൂഹ്യ സംവരണവും ആവശ്യമാണ്. രാഷ്ട്രീയപരമായി ജനസംഖ്യാപരമായി സാംസ്കാരിക എല്ലാ തരത്തിലും ഈ വിഭാഗം പിന്നാക്കമായിരിക്കുകയാണോ. 1956, 57 ഈ വിഭാഗത്തിനെ സംവരണ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തതോടൊപ്പം ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവന്നു. ഭൂപരിഷ്കരണ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ 1970 67 ഒരു സോഷ്യൽ സർവേ രഹസ്യമായിട്ട് നടത്തിയിട്ടുണ്ട്. 70 നെട്ടൂർ കമ്മീഷൻ റിപ്പോർട്ട് പരിശോധിച്ചാൽ തന്നെ ആർക്കും മനസ്സിലാവും ഈ വിഭാഗം സാമ്പത്തികപരമായി വളരെയേറെ പിന്നാക്കമായിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം 80 ഉണ്ടായിട്ടുള്ള നാരായണപിള്ള കമ്മീഷൻ റിപ്പോർട്ട് കാണാതായിട്ടുണ്ട്. അതിനുശേഷം 90 മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള ഇന്ദിരാസാഹിനി കേസ് വന്നു. 95, 93 ഒക്കെ നിയമസഭാ സമിതികളുടെ റിപ്പോർട്ട് പരിശോധിച്ചാൽ ഈ വിഭാഗം ഒരു തലമുറ കഴിഞ്ഞപ്പോൾ സാമ്പത്തിക പിന്നോക്കാവസ്ഥയിൽ നിന്ന് സാമൂഹ്യപരമായിട്ടുള്ള പിന്നോക്കാവസ്ഥയിലേക്ക് മാറിയതായി കാണപ്പെടാം. 2011, 12 ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് നൽകിയിട്ടുള്ള ജസ്റ്റിസ് ശിവരാജൻ അദ്ദേഹത്തിൻ്റെ ഒരു റിപ്പോർട്ടിൽ വിദ്യാഭ്യാസപരമായും ഈ വിഭാഗം പിന്നോക്കം വന്നിട്ടുള്ളതായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. 2010 ശേഷം ഈ വിഭാഗത്തിന് പൊതുവായിട്ട് രാഷ്ട്രീയപരമായിട്ടുള്ള പിന്നോക്കാവസ്ഥ, അതായത് പാർലമെന്റ്, ലോക്സഭ, അതോടൊപ്പം നിയമസഭ, രാജ്യസഭ എന്നിവിടങ്ങളിലെല്ലാം തന്നെ നായർ ബ്രാഹ്മണ ക്ഷത്രിയ അമ്പലവാസികൾക്ക്, പ്രധാനമായി ബ്രാഹ്മണ ക്ഷത്രിയ അമ്പലവാസികളുടെ പ്രാതിനിധ്യം പൂർണ്ണമായി നഷ്ടപ്പെട്ടിരിക്കുന്നത് ആർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഈ വിഭാഗം കേരള സ്റ്റേറ്റിൽ ഏറ്റവും സാമൂഹ്യപരമായി പിന്നോക്കാവസ്ഥ നേരിടുന്നു. ഈ വിഭാഗത്തിലെ സാമൂഹ്യപരമായി സാമ്പത്തികപരമായി പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗത്തിന് സംവരണവും സാമ്പത്തിക ആനുകൂല്യങ്ങളും നൽകാൻ കേരള സർക്കാർ അടിയന്തരമായി തന്നെ സംവരണ പട്ടിക പുതുക്കി നിശ്ചയിക്കണമെന്നാണ് മാനവ ഐക്യവേദിക്ക് ആവശ്യപ്പെടാനുള്ളത്. ഇന്ത്യയിലെ സാമ്പത്തിക സർവേ നടത്താൻ ഹൈക്കോടതി WPC 35/220 വിധിയിൽ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിനു മുമ്പ് WPC 61/64/2016 ഒരു കേസ് ഹൈക്കോടതിയിൽ നൽകപ്പെട്ടു. അതിനുശേഷമാണ് 35/220/2020 കേസ് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇപ്പോൾ നിലവിൽ ആ വിധി സമഗ്രമായ സോഷ്യൽ സർവേ നടത്തണമെന്ന ഡിവിഷൻ ബെഞ്ചിന്റെ വിധി കേരള സ്റ്റേറ്റ് ഗവൺമെന്റ് നടപ്പാക്കാത്ത കാരണത്താൽ കോടതി അലക്ഷ്യ ഹർജി മാനവൈക്യവേദി മുന്നോട്ട് പോകുന്നുണ്ട്. സർക്കാർ ഇക്കാര്യത്തിൽ യാതൊരു നടപടിയും ഇതുവരെ കൈക്കൊണ്ടിട്ടില്ല. സർക്കാരിന്റെ ബ്രിട്ടീഷ് ഭിന്നിപ്പിച്ച് ഭരിക്കുന്ന നയമാണ് ഇത്തരം കാര്യങ്ങളിലുള്ളതെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കുക. മുന്നോക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികപരമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗത്തിന് സമുദായങ്ങളിലെ ആ കമ്മീഷനാണ് ജസ്റ്റിസ് രാമകൃഷ്ണ പിള്ള. അദ്ദേഹത്തിനും ഇതേ ആവശ്യം തന്നെയാണ്. സംസ്ഥാനത്തെ പിന്നോക്കക്കാരെ കണ്ടെത്തിയതിനു ശേഷം മാത്രമേ ഈ പറഞ്ഞിട്ടുള്ള നായർ ബ്രാഹ്മണ ക്ഷത്രിയ അമ്പലവാസി വിഭാഗം ജനങ്ങൾ അല്ലെങ്കിൽ സമുദായങ്ങൾ പിന്നോക്കമാണോ മുന്നേറിയിട്ടുള്ളവരാണെന്നോ അറിയാൻ കഴിയുകയുള്ളൂ. അവരെ പിന്നോക്ക വിഭാഗ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന ഞങ്ങളുടെ ആവശ്യം നിലനിൽക്കുകയാണ്. അതറിയണമെങ്കിൽ സാമൂഹ്യമായിട്ടുള്ള സമഗ്രമായിട്ടുള്ള സോഷ്യൽ സർവേ നടത്തണം എന്ന് ആവശ്യപ്പെട്ടതും അതോടൊപ്പം തന്നെ ആയിരക്കണക്കിന് പേജുകൾ വരുന്ന ഡോക്യുമെന്റ് തെളിവുകളും സമർപ്പിച്ചതിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹം മുന്നോക്ക കമ്മീഷൻ സർക്കാരിന് റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത് സമഗ്രമായിട്ടുള്ള സോഷ്യൽ സർവേ നടത്തണമെന്ന്. അതാണ് ബഹുമാനപ്പെട്ട NSS ജനറൽ സെക്രട്ടറി ശ്രീ സുകുമാരൻ നായർ പറഞ്ഞിട്ടുള്ളത്. രാമകൃഷ്ണപിള്ള റിപ്പോർട്ട് നടപ്പാക്കണമെന്ന്.